അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദ് 12ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസ് സാനി അഷറ അൽ മദ്ദുൽ ആരിള്. ദീർഘാക്ഷരത്തിന് ശേഷം ആരിളായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിന് അൽ മദ്ദുൽ ആരിള് എന്ന് പറയപ്പെടുന്നു. ചേർത്ത് ഓതുമ്പോൾ ഇല്ലാത്തതും വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതുമായ സുക്കൂനാണ് ആരിളായ സുക്കൂൻ. ഇവിടെ 6 ഹർക്കത്ത് നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല. നോക്കി ഉദാഹരണം നോക്കി. തജ്രിയാൻ, നസ്തഈൻ, മാ തഅ്ബുദൂൻ. മനസ്സിലായോ? നീട്ടുന്നത് നല്ലതാണ്, നീട്ടൽ നിർബന്ധമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മദ്ദുല്ലീൻ. ഫത്തഹുള്ള അക്ഷരത്തിനു ശേഷം സുക്കൂനുള്ള യാओ വാവോ വരികയും അതിൻ്റെ പിറകെയുള്ള അക്ഷരത്തിൽ വഖഫിന് വേണ്ടി സുക്കൂൻ വരികയും ചെയ്താൽ ഉണ്ടാകുന്ന മദ്ദിന് മദ്ദുല്ലീൻ എന്ന് പറയപ്പെടുന്നു. ഇവിടെ തൂല് അതായത് 6 ഹർക്കത്ത് നീട്ടൽ, തവസ്സുത്ത് 4 ഹർക്കത്ത് നീട്ടൽ, ഖസ്ർ 2 ഹർക്കത്ത് നീട്ടൽ എന്നിങ്ങനെ 3 വിധിയും ജായിസാകുന്നു. ഖസ്റാകുന്നു ഏറ്റവും നല്ലത്, അതായത് 2 ഹർക്കത്ത് നീട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണം നോക്കിയാലോ. ഉദാഹരണം മിൻ ഖൗഫ്, വസ്സൈഫ്, നൗം, ലസ്തും അലാ ഷൈ. അപ്പോൾ 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. അപ്പോൾ പാഠഭാഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 1. ആരിളായ മദ് എന്നാൽ എന്ത്? ദീർഘാക്ഷരത്തിനു ശേഷം ആരിളായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിന് അൽ മദ്ദുൽ ആരിള് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ദീർഘാക്ഷരം ഏതാണ്? യാടെ കൂടെ വന്നിരിക്കുന്ന ഈ അലിഫാണ് ഇവിടുത്തെ ദീർഘാക്ഷരം അല്ലേ. ദീർഘാക്ഷരത്തിന് ശേഷം ആരിളായ സുക്കൂൻ വന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്? കിസറാണ്. അവിടെ ചേർത്ത് ഓതുമ്പോൾ സുക്കൂനായിട്ട് അല്ല, ഇവിടെ ചേർത്ത് ഓതുമ്പോൾ കിസറായിട്ട് തന്നെ ഓതിപ്പോകും. എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സുക്കൂനിട്ട് നിർത്തും നമ്മൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന മദ്ദിനാണ് നമ്മൾ മദ്ദുൽ ആരിള് എന്ന് പറയുന്നത്. ഇവിടെ തജ്രിയാൻ എന്ന് നിർത്തും, അല്ലെങ്കിൽ നമ്മൾ തജ്രിയാനി എന്ന് പറഞ്ഞ് അങ്ങ് പോവത്തതേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ നസ്തഈൻ എന്ന് പറഞ്ഞ് നിർത്തും, അല്ലെങ്കിൽ അടുത്ത ആയത്തും കൂടെ ചേർത്ത് ഓതാൻ നേരം നസ്തഈനു എന്ന് പറഞ്ഞ് അങ്ങ് പോവും. നസ്തഈനു എന്ന് പറഞ്ഞ് അടുത്ത ആയത്ത് ചേർത്തങ്ങ് പോവും. മാ തഅ്ബുദൂൻ. 2. എന്തിനാണ് മദ്ദുല്ലീൻ എന്ന് പറയപ്പെടുന്നത്? ഫത്തഹുള്ള അക്ഷരത്തിനു ശേഷം സുക്കൂനുള്ള യാओ വാവോ വരികയും അതിൻ്റെ പിറകെയുള്ള അക്ഷരത്തിൽ വഖഫിന് വേണ്ടി സുക്കൂൻ വരികയും ചെയ്താൽ ഉണ്ടാകുന്ന മദ്ദിന് മദ്ദുല്ലീൻ എന്ന് പറയപ്പെടുന്നു. ഇത് പറഞ്ഞു തന്നായിരുന്നു നേരത്തെ, എങ്കിലും ഒന്നും കൂടി നോക്കിയേ. ഫത്തഹുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള വാവോ യാओ വരികയും അതിനുശേഷം വരുന്ന അക്ഷരം വഖഫിന് വേണ്ടി എന്താണ്? സുക്കൂനാവുകയും ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ മിൻ ഖൗഫ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. സൗണ്ട് വെച്ച് നിർത്തുകയാണ്, ഫാഇന് സുക്കൂൻ കൊടുത്ത് നിർത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. വസ്സൈഫ്. മനസ്സിലായോ? 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. വസ്സൈഫ്. കണ്ടോ? അപ്പോൾ അവിടെ ഫതഹിന് ശേഷം യാ വന്നു, യാഇന് സുക്കൂനാണ്. അതിനുശേഷം വഖഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തു, ഫ എന്ന അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തായി? മദ്ദുല്ലീൻ ആയി. അപ്പോൾ നമ്മൾ 2 ഹർക്കത്ത് നീട്ടേണ്ട ആവശ്യം വന്നു. 3. മദ്ദുല്ലീൻ എത്ര നീട്ടണം? മദ്ദുല്ലീൻ എത്ര നീട്ടണം എന്നാണ് പറഞ്ഞത്? തൂല് 6 ഹർക്കത്ത് നീട്ടൽ, തവസ്സുത്ത് 4 ഹർക്കത്ത് നീട്ടൽ, ഖസ്ർ 2 ഹർക്കത്ത് നീട്ടൽ എന്നിങ്ങനെ 3 വിധിയും ജായിസാണ്. ഖസ്റാണ് ഏറ്റവും നല്ലത്. 4. ആരിളായ മദ്ദിന് നീട്ടേണ്ടതിൻ്റെ വിധി എന്ത്? ആരിളായ മദ്ദിനെ നീട്ടേണ്ടതിൻ്റെ വിധി എന്താണ്?
ദീർഘാക്ഷരത്തിന് ശേഷം ആരിലായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിന് അൽ മദ്ദുൽ ആരിള് എന്ന് പറയപ്പെടുന്നു. ചേർത്ത് ഓതുമ്പോൾ ഇല്ലാത്തതും വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതുമായ സുക്കൂനാണ് ആരിലായ സുക്കൂൻ. ഇവിടെ 6 ഹർക്കത്ത് നീട്ടൽ നല്ലതാണ്. ഇതാണ് വിധി. താഴെ പദങ്ങളിൽ മദ് ഏതാണെന്നും എത്ര നീട്ടണമെന്നും പറയുക. നമ്മൾ കുറച്ച് നാളായി പഠിക്കുന്ന പാഠഭാഗങ്ങളിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങളാണിതെല്ലാം. അപ്പോൾ ഇത്രയും നാളും പഠിച്ച അറിവ് വെച്ചിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഇതൊക്കെ ഓരോന്നും എന്തിലാണ് വരുന്നത് എന്ന് ശ്രമിച്ചു നോക്കുക. നിയമങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ തനിയെ ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.